കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. കർക്കിടക മാസം രാമായണ മാസം എന്നാണ് അറിയപ്പെടുന്നത്. രാമായണം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഇതിഹാസമാണെന്ത് രാമായണം. രാമായണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാമായണത്തിൽ ഒരുപാട് വേർഷൻസ് ഉണ്ട്. വാൽമീകി രാമായണം, അതുപോലെ ഹനുമത് രാമായണം, അതുപോലെ കമ്പരാമായണം, അതുപോലെ അത്ഭുത രാമായണം, കിളിപ്പാട്ട് രാമായണം, ഒരുപാട് വേർഷൻസ് രാമായണത്തിലുണ്ട്. എങ്കിലും രാമായണം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാലാണ് വാൽമീകി മഹർഷിയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രാമായണത്തിന് എത്ര ശ്ലോകങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ രാമായണത്തിൽ 24,000 ശ്ലോകങ്ങൾ അടങ്ങുന്നതാണ് രാമായണം. അതുപോലെ വാൽമീകി രാമായണത്തിന് ഏതാണ്ട് 7 കാണ്ഡങ്ങളുണ്ട്. 7 കാണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കാണ്ഡങ്ങൾ? രാമായണത്തിൽ 7 കാണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? അതായത് ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, അതുപോലെ ഉത്തരകാന്ഡം. ഇങ്ങനെ രാമായണത്തിൽ പ്രധാനമായിട്ട് 7 കാണ്ഡങ്ങളുണ്ട്. രാമായണത്തിന് 7 കാണ്ഡങ്ങൾ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രാമായണം എന്ന് പറയുമ്പോൾ വാൽമീകി മഹർഷിയാണ് രാമായണം എഴുതിയത്. വാൽമീകി മഹർഷിയാണ്. അതായത് മാനവീയ മൂല്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഇതിഹാസ ഗ്രന്ഥമാണ്.